ഐ എം നോട്ട് എ ഹാർഡ് കോർ ഫെനറ്റിക് ഗൈ. ഐ എം എ പെട്രിയോട്ട്. ഇഫ് BJP ഡസ് എനിത്തിങ് റോങ്, ഐ വിൽ സേ യെസ് യു ഡിഡ് റോങ്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇപ്പം എന്നെ എല്ലാവരും കൂടെ അടയ്ക്കാൻ വേണ്ടി നിർത്തുകയാണ് ഗുരുവായൂർ ഇഷ്യൂൻ്റെ മുകളിൽ. ബിക്കോസ് അതൊന്നും എനിക്ക് പറ്റില്ല. അത് ഞാൻ മനുഷ്യനായിട്ട് കാണുന്നൊരു വ്യക്തിയാണ്. അതിൽ ഹിന്ദു ഏത് മുസ്ലിം ഏത് ഇതിനൊക്കെ കുറിച്ച് അവർ കയറിയിട്ടുണ്ടെങ്കിൽ എത്ര നിങ്ങളറിയാതെ എത്ര ആൾക്കാർ അമ്പലത്തിനകത്ത് കയറുന്നുണ്ട് ഇല്ലേ? ആ കുട്ടീനെ അറിയപ്പെടുന്നുണ്ടല്ലേ നിങ്ങളത് അറിഞ്ഞത്. മൈ മൈൻഡ് സെറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. കൃഷ്ണൻ ഇതൊക്കെ കാണാൻ പറ്റുന്നു, ആര് കയറി ആര് കയറിയില്ല. മൂപ്പര് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. നിങ്ങളിത് അറിഞ്ഞത് കൊണ്ട് മാത്രം മനുഷ്യന്മാരുണ്ടാക്കുന്ന പ്രശ്നമല്ലേ ഇപ്പോൾ ഇത്. അപ്പോൾ അതുകൊണ്ട് ഐ എം നോട്ട് എ ഫെനറ്റിക് പെട്രിയോട്ടിക്. ഞാൻ പെട്രിയോട്ടാണ്. അതിന് നിങ്ങളിപ്പോൾ അതിന് കൊടിയും പൊക്കി പിടിച്ച് പുത്തങ്ക കുറിച്ചെന്ന് ഞാൻ വണ്ടിയിൽ ഇറങ്ങിയിട്ട് ഭാരത് മാതാക്കി ചെയ്യുന്ന വിളിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഭ്രാന്താണ് പറയുന്നത്. ദാറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസ് കോൾഡ് ഫെനറ്റിസം എന്ന് പറയുന്നത്. വേർ ഇറ്റ് ഈസ് റിക്വയർഡ്, യെസ്. ഒരു സിനിമാ തിയേറ്ററിൽ ജനങ്ങളെ കേട്ടിട്ട് ഒരാൾ എഴുന്നേറ്റില്ല, ഞാൻ പറയുന്നൊരു ചവിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അറിയാതെ വരുന്നതാണത്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ഇത് ഭാര്യയും ഭർത്താവ് എടുത്ത് പോപ്കോൺ, ഇത്രയും നേരമായിട്ട് തിന്ന് തീരാത്ത പോപ്കോൺ അപ്പം ഇതിന് കാണുമ്പോൾ ഞാൻ ചേറിൽ ചവിട്ടി. അത് ഫെനറ്റിസം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതെൻ്റെ വികാരമാണ്. ठीक है, അതിപ്പോൾ എടുത്തു കളഞ്ഞല്ലോ, മാൻഡറ്ററി അല്ല. സി ഉള്ള സമയത്ത് ഒബേ ഇറ്റ്. എന്നിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്തിട്ട് എടുത്ത് കളയാൻ പറ, ദാറ്റ്സ് ഫൈൻ. അതല്ലേ ഞാൻ പറഞ്ഞു, ഐ എം നോട്ട് ഫെനറ്റിക്. പക്ഷെ ഉണ്ടെങ്കിൽ ഫോളോ ഇറ്റ്. അതിനിപ്പോൾ ഒരു നിവൃത്തിയില്ല. പിന്നെ വല്ലവർക്ക് ഈ ഭ്രാന്ത് പറയുന്ന സമയത്ത് ഐ വിൽ നോട്ട് ബി ബ്ലൈൻഡ്ലി ഫോളോയിങ് ഇറ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം യെസ്, ഐ ഗോട്ട് മൈ ഓൺ ഐഡിയോളജി. അതിൽ എന്ത് നിങ്ങൾ വിചാരിച്ചാലും ശരി, എൻ്റെ രാഷ്ട്രം എന്നുള്ള രാഷ്ട്രബോധമാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതിനകത്ത് പലപ്പോഴും പെട്രിയോട്ടിസം കാണിച്ചിരിക്കുന്നത് BJP ആയതുകൊണ്ട് ഞാൻ ആ ഒരു സൈഡിലോട്ട് അങ്ങ് പോയിട്ടുണ്ട്. ബാക്കി എല്ലാവരും ക്യൂബനെ പ്രശംസിക്കും, അല്ലെങ്കിൽ ചൈനയെ വളഞ്ഞിട്ട് ആക്രമിച്ചു എന്ന് പറഞ്ഞു ബാലകൃഷ്ണനായിട്ട് ഞാൻ ഉടക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ബാലകൃഷ്ണൻ നാളല്ലേ ഇതൊക്കെ പറയാനുണ്ട്. അങ്ങനെ പാവം എൻ്റെ നല്ല ഫ്രണ്ട് സുഹൃത്തൊക്കെയായിരുന്നു. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ലോകം പോകേണ്ട വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പറയാനുള്ളത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ന്യൂ ജനറേഷനിൽ സെൻസ് ഓഫ് പാട്രിയോട്ടിസം കുറവാണെന്നാണോ പറഞ്ഞത്? സെൻസ് ഓഫ് പാട്രിയോട്ടിസത്തിന് ഒരു കുറവുമില്ല, പിള്ളേർക്കും ഉണ്ടല്ല. പക്ഷെ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പുകൾ, സ്മോൾ ലിറ്റിൽ ബിറ്റ്, അത് ഏത് ജാതി ഏത് മതം എന്നൊന്നുമില്ല, അത് എല്ലാറ്റിലും ഉണ്ട്. ഈ ഫെനറ്റിസം കയറിയിട്ട് ഇവന്മാർക്ക് ആൻറ്റി ഇന്ത്യൻ മൂവ്മെൻറ്റ്സ്, ആൻറ്റി ഇന്ത്യൻ, അതെന്തോ ഒരു സുഖമാണത് പറയാൻ. ആ സുഖത്തിൽ എന്താണ് അവൻ നേടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ അവൻ്റെ ഫെയിം, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് 4 പേര് എന്നെ അറിഞ്ഞു എന്നുള്ളതാണോ, അതറിയില്ല. പക്ഷേ യൂത്ത് ഹാസ് ഗോട്ട് ലോട്ട് ഓഫ് പെട്രിയോട്ടിസം. ഇല്ലെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ വന്നിട്ട് സെൽഫി എടുക്കേണ്ട ഒരു കാര്യമില്ല. അവർക്ക് ആ ഫീൽ, ഈ മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയുള്ള സിനിമകളാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാനാരാണ്? ഞാനും മറ്റുള്ള ഡയറക്ടേഴ്സിനെ പോലെ ഡയറക്ടറല്ലേ. എന്തുകൊണ്ട് ദേ കം ആൻഡ് ടേക്ക് ദ ഫോട്ടോഗ്രാഫ്? ബിക്കോസ് ദേ ഗോട്ട് ദറ്റ് പെട്രിയോട്ടിക് ഫീലിംഗ്. സോ ദേ വാണ്ട് യെസ് ഹീസ് എ പെട്രിയോട്ടിക് മാൻ എന്നുള്ളതിൻ്റെ പേരിലാണ് എടുക്കുന്നത്. അല്ലാതെ വേറെ എൻ്റെ സൗന്ദര്യം കണ്ടിട്ടോ എൻ്റെ അഭിനയം കണ്ടിട്ടോ ഡയറക്ഷൻ കണ്ടിട്ടോ അല്ല. അയാൾ സംസാരിക്കുന്നത് രാജ്യത്തിന് വേണ്ടി. അപ്പോൾ അത് ഉള്ളത് അതിനകത്ത് ഞാൻ പലതും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രാവശ്യം ഇവിടെ നിന്നപ്പം കണ്ണൂർ കോഴിക്കോട് സൈഡിൽ കംപ്ലീറ്റ് നല്ല സ്മാർട്ട് പിള്ളേർ ഒരു ഞായറാഴ്ച ലുലുവിൽ എല്ലാം വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. കണ്ണൂർ കോഴിക്കോട്ടുള്ള മുസ്ലിം പിള്ളേരാണ് മാക്സിമം വന്നിരിക്കുന്നത്, ഹാൻസം പിള്ളേർ. എന്താണെന്ന് ചോദിച്ചു, സാറേ നാളെ NDAയുടെ ടെസ്റ്റ് ഉണ്ടോ? NDAയുടെ ടെസ്റ്റിന് വന്നിരിക്കുകയാണ് ഈ പിള്ളേർ. അപ്പം രാജ്യം മാറുകയാണ്. ഇതിൽ ഇന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്നാൽ അവരുടെ അടുത്ത് പാകിസ്ഥാനിലേക്ക് പോകാൻ പറ. ആൾസോ ഐ ഡോണ്ട് ലൈക്ക് ഓൾ ദീസ് തിങ്സ്. നമ്മളെന്ത് ചെയ്യൽ എന്ത് പറഞ്ഞാലും ആൻറ്റി നാഷണൽ കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പം തന്നെ പാകിസ്ഥാനിലേക്ക് പോകാൻ പറയല്ല വേണ്ടത്. അവനെവിടെ നിർത്തിക്കൊണ്ട് പഠിപ്പിക്കുക വേണ്ടത്. ഇത് പറഞ്ഞാൽ നമ്മൾ കൈയൊഴിഞ്ഞു. ആൻറ്റി നാഷണൽ ടെൽ ദം, നീ നിൽക്കുന്ന മണ്ണില്ലെങ്കിൽ പിന്നെ നീയില്ല, നമ്മളാരുമില്ല. അപ്പം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ലെങ്കിൽ വൈ വി ഷുഡ് സിറ്റ് ഹിയർ ആൻഡ് ഈറ്റ്. ഇവിടുത്തെ നമുക്ക് തിന്നും വേണം, ഇവിടുത്തെ എല്ലാം വേണം. പക്ഷെ ഞാൻ ഇന്ത്യക്ക് സപ്പോർട്ടായിട്ട് ഞാൻ സംസാരിക്കില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമാണത്.
എന്ത് പറ്റി ഇവരൊക്കെ തലയ്ക്കുന്നുള്ളത്? അല്ല, അവരോട് വെറുപ്പല്ല എനിക്ക് തോന്നാറുള്ളത്. വൈ ദേ ഷുഡ് ടോക്ക് ലൈക്ക് ദിസ് എന്നുള്ളത്. ഇപ്പോൾ ഈ ഫിലിം ഇൻഡസ്ട്രിയിലും അങ്ങനെ യു ആർ വെരി വോക്കൽ സിനിമയ്ക്കകത്തും അപ്പം ഇൻക്ലൂഡിങ് ഇൻപുരൻ വന്നപ്പം യു ആർ ലൈക്ക് അതിനകത്ത് പലരും പറഞ്ഞു മോഹൻലാൽ സിനിമ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കംപ്ലീറ്റ് ഒരു പോസ്റ്റ്മോർട്ടം നടന്നു. ആന്റണി പെരുമ്പാവൂർ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്ന്? സ്ക്രിപ്റ്റ് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്, സ്ക്രിപ്റ്റ് വായിച്ചു. ഇതല്ലാതെ പടം കണ്ടിട്ടുള്ളത് ഒരിടത്തും ഒരാളും പറഞ്ഞിട്ടില്ല. അപ്പം അതങ്ങ് വിട്ടേക്കും. ഞാനിപ്പോഴും പറഞ്ഞു ലാൽ പടം കണ്ടിട്ടില്ല, വിട്ടേക്ക്. ആ പടം കഴിഞ്ഞ് അവർക്ക് അതുകൊണ്ട് കുറച്ച് പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പടം കുഴപ്പമില്ലാതെ ഒരാഴ്ച കളക്ട് ചെയ്തിട്ടങ്ങ് പോയി ചെയ്തു. പക്ഷേ അതിനകത്ത് പിന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു, മേജർ രവി എൻ്റെ മോൻ്റെ പടം കൊള്ളൂല എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും പറയുന്നുണ്ട് ടെക്നിക്കലി ഈസ് ഡൺ എ ഗുഡ് ജോബ്. ബട്ട് പടം കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിക്ക് ഇമ്മീഡിയറ്റ്ലി എനിക്കത് പറയാൻ പറ്റില്ല, ഇതിനകത്ത് ദർ ഇസ് എ ബ്ലഡി പ്രോബ്ലം. ബിക്കോസ് കാറ്റഗറിക്കലി തുടക്കത്തിലുള്ള ആ സംഭവങ്ങൾ കാണിക്കാതെ നീ നടുക്കുന്നെങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ, തുടക്കമുള്ളത് 10-20 വർഷമായി. ഇന്ന് കാണുന്ന പിള്ളേർ 20 വർഷത്തിൻ്റെ പിള്ളേർ കാണുന്ന ഇതാണ്. ഓ ഇങ്ങനെയാണോ? സോ യു ഹാവ് ഒരു സൈഡിൽ ഫുൾ ഫാക്റ്റ് കാണിക്കാതെ, ഇല്ലെങ്കിൽ നിങ്ങൾ ട്രെയിൻ തൊട്ടിട്ടങ്ങ് തുടങ്ങിക്കോ. എങ്കിൽ പിന്നെ അതിന് യാതൊരു പ്രശ്നമില്ല. അങ്ങനെയൊക്കെ പോയിക്കോട്ടെ. അവിടെ ഇല്ല. കാണുന്ന മുഴുവൻ ക്രൗഡായിട്ടാണ് വരികയാണ്, തൃശ്ശൂലം വരുന്നു കൊണ്ട്. അപ്പം എന്തായി? നിങ്ങളൊരു പെർട്ടിക്കുലർ കാറ്റഗറീനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു. ഇത് സിനിമ കണ്ടിറങ്ങുന്ന വഴിക്ക് ഞാനൊരു സിനിമക്കാരൻ, എനിക്കത് പറയാൻ പറ്റുമോ? ഉണ്ടാതിരുന്നു എല്ലായിടത്തു നിന്ന്. പക്ഷെ പിന്നെ വരുന്നത് ഉച്ചയാകുമ്പോഴത്തേക്ക് കൈവിട്ട് പോയിരിക്കുന്നു സംഭവം. ജനങ്ങളതെല്ലാം മനസ്സിലാക്കില്ലേ? അപ്പോൾ അവർ പറയുന്ന സമയത്ത് എന്നിട്ടും ഞാൻ അതിനെക്കുറിച്ചൊന്നും വലിയ സംഭവമൊന്നും പറഞ്ഞില്ല. എനിക്കിതുണ്ടായിരുന്നു മോഹൻലാൽ പടം കണ്ടിട്ടില്ല എന്നുള്ളത്. കാരണം എനിക്കറിയാം മനുഷ്യൻ കണ്ടിട്ടില്ല. മോഹൻലാലിന്റെ അപ്പോളജി വരും എന്നൊക്കെ നേരത്തെ ഒബ്വിയസ്ലി ബിക്കോസ് ഞാനിത് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ലാലിൻ്റെ അടുത്ത് ഇത്രേ പറഞ്ഞുള്ളൂ, എന്ത് തന്നെ ആയാലും ശരി, ആര് തെറി വിളിച്ചാലും ശരി, ഐ നോ യു. സോ അതുകൊണ്ട് ഇതൊരു മണ്ടത്തരം പോലെ ആയിട്ടുള്ളത്, അതെൻ്റെ ആ ഒരു അൺഹാപ്പിനെസ്സോ അല്ലെങ്കിൽ അതൊന്നും നമ്മുടെ കൺസേൺ അല്ല. പക്ഷേ മോഹൻലാലിനെ പീപ്പിൾ വർ അറ്റാക്കിങ് ഫോർ നോ റൈം ആൻഡ് റീസൺ. സോ ഐ ടുക്ക് ദാറ്റ് അറ്റാക്ക്. എന്നെ എല്ലാവരും കൂടെ പൊങ്കാലിട്ട് നിന്ന് എയറിൽ കയറി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറും, ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങും. ഞാൻ അങ്ങനെ കയറിയിട്ട് ഇറങ്ങിയിട്ടിരിക്കുന്നൊരു വ്യക്തിയാണത്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് പ്രശ്നമല്ലത്. അപ്പം ഞാൻ തന്നെത്താൻ കയറുകയും ചെയ്യും, തന്നെത്താൻ ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ ആ ഇറങ്ങിയത് എവിടെയായിരുന്നു? പേൽഗാം വിഷയം വന്നപ്പോൾ നേരെ ഇറങ്ങി എല്ലാവരും തോളത്ത് കയറ്റിക്കൊണ്ട് നടക്കുകയാണ്, പിടിക്കുകയാണ്. ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് മുകളിലേക്ക് പോകല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലെവലിലാണ് ഞാൻ നിന്നത്. കാരണം പേൽഗാം വിഷയിൽ എന്തായിരുന്നു? ഒരു പോയിന്റ് ഞാൻ പറഞ്ഞാണ് ജനങ്ങൾ ശരിക്കിരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ പറഞ്ഞ കറക്റ്റല്ലേ ഇത്? അവിടെ ഒരു പോയിന്റ് നിങ്ങൾ നോട്ടീസ് ചെയ്തിരുന്നത്. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളിപ്പം 23-23 കാലത്തായിരുന്നു ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. നിങ്ങൾ പറഞ്ഞു ഇവിടെ തുണി പൊക്കി കൽമ ചൊല്ലിപ്പിച്ചു ഇതെല്ലാം. സോ വാട്ട് യു മീൻ ബൈ ദാറ്റ്? ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് കൊന്നു. വളരെ ഹാപ്പി. വിച്ച് പാകിസ്ഥാനി വിൽ ഡൂ ദിസ്? പാകിസ്ഥാനിക്ക് ഇവിടുത്തെ ഇന്ത്യക്കാരും മുസ്ലിങ്ങളും മരിച്ചാലും ക്രിസ്ത്യൻസ് മരിച്ചാലും ഹിന്ദു മരിച്ചാലും അവരെ സംബന്ധിച്ചുള്ള ഒരു ഇന്ത്യക്കാരൻ മരിച്ചു. ഇത് കീർച്ചക്രയിൽ ഞാൻ പറഞ്ഞ ഡയലോഗാണ്. ഇതാണ് അവരുടെ ഫാക്റ്റ്. അവർക്ക് ഇവിടുത്തെ ഇന്ത്യൻ മുസ്ലിംസിനോട് ഒരു സിമ്പതിയില്ല, ഇവിടെയുള്ള ആളുകൾക്ക് അങ്ങോട്ടുള്ളതുപോലെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, ഈ ഒരു സമയത്ത് വന്നിട്ട് കൽമ ചൊല്ലിപ്പിച്ചു, അല്ലെങ്കിൽ ഹിന്ദു ആണോ മുസ്ലിം ആണോ, മുണ്ട് പൊക്കി എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. മുണ്ട് പൊക്കാൻ അവരെല്ലാവരും പാൻറ്റിലായിരുന്നു. അപ്പോൾ അതൊന്നും പൊക്കാനൊന്നും പറ്റില്ല, താഴത്തേക്കാക്കാനേ പറ്റുള്ളൂ. ഇതാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എന്തിനു മിലിറ്റൻസ് ചോദിച്ചു? ബിക്കോസ് ഇന്ന് ബോർഡറിൽ ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റില്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ ഇൻറ്റേർണൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇവിടെ ഹിന്ദു മുസ്ലിം റൈറ്റ്സ് ഉണ്ടാക്കിയാൽ, അവിടെ ഈ ഒരു യുദ്ധത്തിൽ ഇപ്പം ടോട്ടൽ ആ പെൽഗാമിൻ്റെ യുദ്ധത്തിനകത്ത് മരിച്ചു പോയിരിക്കുന്ന 25-26 ആൾക്കാരാണ്. എന്നുവെച്ചാൽ ഇവിടെ ഒരു കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാക്കി ഇവിടെ 1000 മരിച്ചു പോകും. ഇതാണ് അവൻ ടാർഗറ്റ് ചെയ്തത്. സോ മൈൻഡ് ഇറ്റ് എന്നുള്ളത് ഇത് ഒരു ചർച്ചാ വിഷയമായി മാറി. ഇതോടെ ഞാൻ താഴത്തേക്ക് ഇറങ്ങി, റോട്ടിൽ ഇറങ്ങി നടക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ സത്യാവസ്ഥയാണ് പറയുന്നത്.
ഞാൻ ആ സത്യമല്ലാത്ത എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ അവർ തന്നെ ഉയർത്തേണ്ടി നിർത്തുക. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഇയാൾ കുഴപ്പമില്ല കേട്ടോ,